Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പുമാവാട്ടോ. ഞാൻ ഇതിനകത്ത് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് ഉപ്പുമാവിന്റെ ടെക്സ്ചർ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഉപ്പുമാവ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ക്യാബേജ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. 1 കപ്പ് റവ. ഇത് വറുത്ത റവയാണ്. അപ്പോൾ വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക. ആദ്യമേ ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 or 2 മുട്ട ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേണ്. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും സവാള, ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഇതിനകത്ത് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കോളിഫ്ലവർ, ബീൻസ് അതൊക്കെ ചേർക്കാം. അപ്പം ഞാനിതിൻ്റെ അകത്ത് ക്യാരറ്റും ക്യാബേജും ഗ്രീൻ പീസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂത്തൊന്നും പോകുമൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ വഴറ്റുമ്പോഴത്തേക്കും ഇതൊന്ന് വെന്ത് വരണം. അത്രയും മാത്രം ഇതൊന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ പച്ചക്കറികൾക്ക് മാത്രമായിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇനി വേറെ ഉപ്പ് ഒന്നും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ റവ ചേർക്കുമ്പോൾ ഉപ്പ് വേണ്ടി വരുമല്ലോ. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയിലൊക്കെ ഉപ്പ് അങ്ങ് ഒരുപാട് കയറി പിടിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പച്ചക്കറിക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ വഴറ്റിയതിന് ശേഷമാണ് റവ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിളിൻ്റെ കളറും പോകത്തില്ല. നമ്മൾ ഗ്രീൻ പീസൊക്കെ പെട്ടെന്ന് വേകുകയും ചെയ്യും. ഗ്രീൻ പീസ് വേകാൻ ശരിക്കും താമസമല്ലേ. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ വേക്കും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതുപോലെ സവാളയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. 2 കപ്പ് വെള്ളമാട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് റവയില എടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന വെജിറ്റബിൾസൊക്കെ ആ തിളയ്ക്കുന്നതനുസരിച്ചിട്ട് വെന്ത് വരികയും ചെയ്യും. ഓൾറെഡി നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് വേഗം കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല ലോ ആയിട്ട് കിടക്കുക കേട്ടോ. ഈ റവ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് എന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്തേക്കുന്ന റവ ഒന്ന് വെന്ത് വരണം. അതിപ്പോൾ പെട്ടെന്ന് തന്നെ ആകും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തിടാം.
അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക. വെള്ളം ഫുള്ളായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാട്ടോ. സ്റ്റൗ ഓഫാക്കിയിട്ടിരിക്കുക കേട്ടോ. ഓഫാക്കിയിട്ടിട്ട് വേണം ഇങ്ങനെ അടച്ചു വെക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കി വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് അല്ല. അപ്പം മല്ലിയില ചേർത്തേക്കുന്നതുകൊണ്ട് അതിനൊരു വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മല്ലിയില ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.